السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ ദിക്റിനെ 140 തവണ ചൊല്ലി അല്ലാഹുവിലേക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് അല്ലാഹു നമുക്ക് ഉത്തരം നൽകും. ഒരുപാട് അത്ഭുത നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നത്. സാധാരണ ദിവസത്തേക്കാളും വെള്ളിയാഴ്ച ദിവസത്തിനും തിങ്കളാഴ്ച ദിവസത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ ദിവസങ്ങളുടെ രാവുകൾക്കും വല്ലാത്ത ഫളീലത്താണ്. സാധാരണയായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ വെള്ളിയാഴ്ച ദിവസവും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും ഈ ദിവസത്തിന്റെ രാവുകളിലുമാകുമ്പോൾ അതിന് സ്വീകാര്യത കൂടും, അതിന് ഇജാബത്ത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുആക്കും അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. നമ്മൾ ചോദിക്കുന്ന എല്ലാ തേട്ടങ്ങളും പരിശുദ്ധമായ ഈ ഇസ്മുകളുടെ ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാത്തിനും അല്ലാഹു ഒരു ഖബൂലിയത്ത് നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാ മുഇസ്സു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 140 തവണ നമ്മൾ ചൊല്ലുക. 140 തവണ ഈ ദിക്റിനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒരുപാട് വലുതാണ്. ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുള്ള നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും. എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറിക്കിട്ടും. നമ്മൾ ഈ ദിക്റിനെ ചൊല്ലേണ്ട സമയം ഞായറാഴ്ച ദിവസം മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം, അതുപോലെ വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം. ഇങ്ങനെയാണ് ഈ ദിക്റിനെ നമ്മൾ പതിവാക്കേണ്ടത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സഫലീകരിച്ചു കിട്ടാൻ ഈ ദിക്ർ നമ്മെ സഹായിക്കും. 140 തവണ ഈ ദിക്ർ ചൊല്ലി അല്ലാഹുവിലേക്ക് നമ്മൾ തേടുക. അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങൾ നമ്മെ ആദരിക്കാനും നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ നിന്ന് നമുക്കൊരു ആദരവ് ലഭിക്കാനും എല്ലാവരുടെ ഇടയിലും ഒരു അഭിമാനം നമുക്ക് ലഭിക്കാൻ, നല്ല അന്തസ്സ് നമുക്ക് ലഭിക്കാൻ ഈ ഇസ്മിനെ നമ്മൾ പതിവാക്കിയാൽ മതി. സാധാരണ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ ഏറ്റവും പ്രയാസകരമായ ഒന്നുകൂടിയാണ് മറ്റുള്ള ജനങ്ങൾ നമ്മെ അവഗണിക്കുക, നമ്മളെ തരം താഴ്ത്തുക എന്നത്. മറ്റു സമൂഹങ്ങളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകൾക്കിടയിൽ എല്ലാവരും നമ്മെ ആദരിക്കാനും നമ്മളെ ഇഷ്ടം വെക്കാനും നമ്മളോടൊരുമിച്ച് ജീവിക്കാനും നല്ല രൂപത്തിൽ നമ്മെ നോക്കിക്കാണാനും ഈ ദിക്റിനെ നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ ഒരാളെയും ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കരങ്ങളിൽ സമ്പത്തുണ്ടാവുക, നമുക്ക് ആരോഗ്യമുണ്ടാവുക, മറ്റൊരു വ്യക്തിയെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമാവുക, നമ്മുടെ കുടുംബത്തിന് ജീവിക്കാൻ സാധ്യമാവുക, ഒരാളുടെ മുന്നിലും നമ്മൾ തലകുനിക്കേണ്ട അവസ്ഥ വരാതിരിക്കുക. ഇങ്ങനെ ഒരാളെയും നമ്മൾ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള പ്രാപ്തി ലഭിക്കുക. നമുക്കതിനുള്ള ഇസ്സത്ത് അല്ലാഹു നൽകുക, ആഫിയത്ത് അല്ലാഹു നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ചു കിട്ടാനും ഈ ദിക്റിനെ അല്ലാഹു കാരണമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.